ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ JK അർച്ചനയുടെ വക്കീൽ ഓഫീസിൽ പോയി അർച്ചനയോട് തനിക്ക് ഡിവോഴ്സ് വേണം, മധുബാലയുമായി തനിക്കിഞ്ഞു ഒന്നിച്ചു പോവാൻ കഴിയില്ലെന്ന് അർച്ചനയോട് പറയാണ്. എന്നാൽ അർച്ചനയാണെങ്കിൽ ആ ഡിവോഴ്സ് കേസ് ഏറ്റെടുക്കാൻ മടിക്കുന്നുണ്ട്. എന്നിട്ടും അർച്ചന JKയും മധുബാലയെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാം സുമിത്ര ടീച്ചർക്ക് വേണ്ടി മുൻകൈയെടുത്ത് അർച്ചന അങ്ങനെ JKയും മധുബാലയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ അർച്ചന JK വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. JK അപ്പോൾ പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് അങ്ങനെ ശുഭപ്രതീക്ഷയുണ്ടെങ്കിൽ മധുബാലയുമായി നമുക്ക് സംസാരിക്കാം, പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാണ്. അർച്ചനയാണെങ്കിൽ JKയോട് സംസാരിക്കുന്നത് മഞ്ജു മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. വാലും തുമ്പുമില്ലാതെ അർച്ചന സംസാരിക്കുന്നത് കേട്ട് അർച്ചനയും JKയും ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് മഞ്ജു അങ്ങനെ സംശയിക്കുകയാണ്. ഇതറിഞ്ഞതും മഞ്ജു നേരെ രുക്കുവിൻ്റെ അടുത്ത് പോയി രുക്കുവിനോട് ആ രഹസ്യം പറയുകയാണ്. രുക്കു, ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. അർച്ചനേച്ചി JKയുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിൽ. രണ്ടുപേരും എന്തായാലും ഇപ്പോൾ നല്ല ലോക്യത്തിലാണ്. അവര് കല്യാണക്കാര്യമാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. ടീച്ചർ അനുകൂലമാണെന്ന് പറയുമ്പോൾ അത് തന്നെയായിരിക്കും. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ചിന്നുവിൻ്റെ ഭാവിയാണ് പോകുന്നത്. ചിന്നുവിന് നാളെ ഒരു കല്യാണാലോചന വരുന്നത് പോലും ചിലപ്പോൾ അർച്ചനേച്ചിയുടെ ഈ സ്വഭാവം കൊണ്ട് നടക്കില്ല. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇവരുടെ ഈ കള്ളക്കളി നമുക്ക് പൊളിക്കണം, അർച്ചനേച്ചിയെ കയ്യോടെ പിടികൂടണമെന്ന് രുക്കു അങ്ങനെ പറയുകയാണ്. അതിനുശേഷം രാത്രി വൈകിയാണ് അച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുന്നത്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അച്ചു കിടക്കാൻ നേരം രുക്കു അച്ചുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അച്ചു അപ്പം എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ രുക്കു അങ്ങനെ മഞ്ജു വന്ന കാര്യങ്ങളെല്ലാം അച്ചുവിനോട് പറയുകയാണ്. അർച്ചനേച്ചിയുടെ ഈ സ്വഭാവം ശരിയല്ല, അവർക്കിപ്പോഴും JKയുമായി അടുപ്പമുണ്ട്. ആ രഹസ്യബന്ധം എനിക്കും ഇവിടെയുള്ള മറ്റു പലർക്കും അറിയാം. എന്നിട്ടും ആരുമൊന്നും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുകയാണ്. ഇനി എന്തായാലും ഇതിവിടെ നടക്കില്ല. നീയെങ്കിലും അച്ചു അത് മനസ്സിലാക്കണം. നീ നിന്റെ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേട്. ഇന്ന് ചേച്ചി രാത്രിയിൽ JKയുമായി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. ഇതൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ്, ചേച്ചി ഇവിടെ അയാൾക്ക് താമസിക്കാൻ വാടക വീട് എടുത്തു കൊടുത്തത് തന്നെ തെറ്റാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അറിഞ്ഞത്. ചേച്ചിയും JKയും കൂടുതൽ അടുത്തു കഴിഞ്ഞു. അവരുടെ കല്യാണം വരെ നടക്കാൻ പോകുന്നുവെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് രുക്കു അങ്ങനെ പറയാണ്. വീണ്ടും രുക്കു അച്ചുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി JKയും അർച്ചനയും കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് കുത്തിവെക്കുകയാണ്. അച്ചു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് രുക്കുവിന്റെ കർണത്തടിക്കുകയാണ്. കിട്ടുന്നതും രുക്കു ആകെ ഷോക്കാവുന്നുണ്ട്. അച്ചു എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് നീ എൻ്റെ മനസ്സിൽ പലതും കുത്തിവെച്ച് ഞാൻ എൻ്റെ ചേച്ചിയെ സംശയിച്ചു. ഒടുവിൽ എനിക്ക് സത്യം മനസ്സിലായി. എൻ്റെ ചേച്ചിയും JKയും തമ്മിൽ ഒരു രഹസ്യവും ബന്ധവും ഇല്ലെന്ന്. നീയും ഇതെന്നോട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് അച്ചു അങ്ങനെ രുക്കുവിന് വാണിംഗ് കൊടുക്കുകയാണ്. രുക്കു ആണെങ്കിൽ ആ പ്ലാനും പാളിപ്പോയി എന്നറിഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം JKയും മധുബാലയും ഒന്നിപ്പിക്കാൻ വേണ്ടി അർച്ചന അങ്ങനെ മുൻകൈയെടുത്ത് മധുബാലയോട് സംസാരിക്കാനായി പോവുകയാണ്. അങ്ങനെ മധുബാലയും അർച്ചനയും തമ്മിൽ നേരിട്ട് പുറത്തു വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ അർച്ചന മധുബാലയോട് പറയുന്നുണ്ട്, ഇന്നലെ JK എന്നെ കാണാനായി ഓഫീസിലേക്ക് വന്നിരുന്നു. നിങ്ങളുടെ കാര്യം തന്നെയാണ് JK സംസാരിച്ചത്. മധുബാലയിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നാണ് JK എന്നോട് പറഞ്ഞത്. ഡിവോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്, രണ്ടുപേർ ഒന്നിച്ച് ജീവിച്ചു പോവാനാണ് പ്രയാസം. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവണം. ഇതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ മധുബാലയെ കാണാനായി വന്നതെന്നൊക്കെ അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. മധുബാലയാണെങ്കിൽ അർച്ചനയെ വിശ്വസിക്കാതെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ്. അർച്ചനയുടെ പ്ലാനാണിതെന്നും എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ച് JKയുമായി അർച്ചനയ്ക്ക് ബന്ധം സ്ഥാപിക്കാനാണ് അർച്ചന ഇപ്പോൾ തന്നെ കാണാൻ വന്നതെന്നും ഒക്കെയാണ് മധുബാല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.